ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ ലേഖനം 3:18 വചനം ഇപ്രകാരം പറയുന്നു: കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. അതെ, ദൈവത്തെ കൂടുതൽ അറിഞ്ഞപ്പോൾ, അനുഭവിച്ചപ്പോൾ തങ്ങളിൽ നിറഞ്ഞ ദൈവസ്നേഹം ശുശ്രൂഷാ മേഖലയിലൂടെ അനേകർക്ക് പങ്കുവെച്ചു കൊടുത്ത ഫുജേറയിൽ നിന്നുള്ള നഴ്സുമാരെ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് കേൾക്കാം. താപസവൃത്തിയുടെ വഴികാട്ടിയായിട്ടാണ് വിശുദ്ധ ബെനഡിക്റ്റ് അറിയപ്പെടുന്നത്. പ്രാർത്ഥിക്കുക, അധ്വാനിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം. ഓരോ നിമിഷവും പ്രാർത്ഥനയാക്കി ദൈവത്തിൽ ആശ്രയിച്ച് അവിടുത്തോട് ആലോചന ചോദിച്ചും നമുക്ക് മുന്നോട്ട് പോകാം. അതിനുള്ള വലിയ പ്രചോദനമായി ഇവിടെ പങ്കുവയ്ക്കുന്ന സാക്ഷ്യങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥനയോടെ നഴ്സസ് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പേര് മേരിക്കുട്ടി ഡെസിനി, ജീവിത പങ്കാളിയുടെ പേര് ഡെസിനി. ഞങ്ങൾ ചങ്ങനാശ്ശേരി തൃക്കടത്താനം സെൻറ്റ് സേവിയേഴ്സ് ഫൊറോന ചർച്ച് ഇടവകാംഗങ്ങളാണ്. ഞങ്ങൾക്ക് 2 മക്കൾ. അവർ നാട്ടിൽ ജോലി ചെയ്യുന്നു. ഞാനിവിടെ ഫുജറയിലെ കോർപ്പക്കാനിൽ 15 വർഷമായി ജോലി ചെയ്യുന്നു. എൻ്റെ പേര് ബിനു അലക്സ്, ജീവിത പങ്കാളിയുടെ പേര് അലക്സാണ്. ഞങ്ങൾക്ക് 3 കുട്ടികളാണ്. മൂത്തവർ 2 പേരും ജോലി ചെയ്യുന്നു, ഇളയാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഇടവക സെൻറ്റ് മേരീസ് മലങ്കര കാതോലിക്ക ചർച്ച് അമ്മിച്ചകരിയാണ്. ബിനു, നമ്മൾ ഒരേ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരാണ്. കാര്യം നമ്മൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ പോലും നമുക്ക് പരസ്പരം നമ്മെ തന്നെ ഒത്തിരിയേറെ അറിയാം. അത് നമ്മൾ അറിഞ്ഞത് നമ്മൾ നഴ്സസ് മിനിസ്ട്രി എന്ന കൂട്ടായ്മയിലൂടെ തന്നെയാണ്. അപ്പോൾ ഈ ജീവിതാനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ കൂട്ടായ്മയിൽ ഇങ്ങനെ സ്ഥിരതയോടെ നിൽക്കുവാനായിട്ട് ബിനുവിനെ വഴിതെരത്തിയ ആ ദൈവപരിപാലനയെപ്പറ്റി, ബിനുവിനെയും എന്നെയും ഒക്കെ വഴി നടത്തിയ ദൈവപരിപാലനയെപ്പറ്റി നമുക്കൊന്ന് പങ്കുവയ്ക്കാം. മേരിക്കുട്ടി അതേപ്പറ്റി പറയുകയാണെങ്കിൽ, വളരെ ചെറുപ്പത്തിലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന, രാവിലത്തെയും വൈകിട്ടത്തെയും പ്രാർത്ഥന മുടക്കാതെ ഞങ്ങൾ അത് നടത്തിക്കൊണ്ടിരുന്നു. പ്രത്യേകം അതിൽ ഞങ്ങളുടെ അപ്പച്ചൻ അത് വൈകിട്ട് 7 മണിയും രാവിലെ 5:30 എന്നുള്ള ടൈമിൽ കറക്റ്റ് പ്രാർത്ഥിച്ചിരിക്കും. വീട്ടിൽ ആര് വന്നെന്ന് പറഞ്ഞാലും പ്രാർത്ഥനയുടെ ടൈമിന് ഒരു വ്യത്യാസം വരുത്തത്തില്ല. ഞങ്ങൾ ചെറുപ്പത്തിൽ വളർന്നത് കുമളി എന്ന സ്ഥലത്താണ്. അവിടെ ഭയങ്കര തണുപ്പാണ്. എങ്കിലും ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ തണുപ്പൊന്നും അപ്പച്ചനൊരു പ്രശ്നമേ അല്ല. പ്രാർത്ഥിക്കാൻ അപ്പച്ചൻ തുടങ്ങിയാൽ എല്ലാവരും എണീറ്റിരിക്കണം, അത് മസ്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ പ്രാർത്ഥന ഒരു സാഹചര്യത്തിലാണ് ഞാൻ വളർന്നു വന്നത്. പിന്നെ പഠിച്ചു കഴിഞ്ഞാണെങ്കിലും കോളേജിൽ സിസ്റ്റേഴ്സിനെയൊക്കെ കൂടെയാണ് പഠിച്ചത്. അപ്പം സിസ്റ്റേഴ്സ് അവർ നമുക്കറിയാമല്ലോ, പ്രാർത്ഥനയിലൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. അപ്പം നമുക്ക് അവിടെ ചെന്നപ്പോഴും പ്രാർത്ഥനയ്ക്കൊരു മുടക്കം കൂടാതെ പ്രാർത്ഥിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ദൈവം നമുക്ക് ഒരുക്കി തന്നു. വീണ്ടും ഞാൻ പഠിത്തം കഴിഞ്ഞിട്ട് ബോംബെ ചെന്നു. അവിടെ ചെന്നപ്പോഴാണെങ്കിലും പ്രാർത്ഥിക്കുന്ന കൂട്ടുകാരുടെ കൂടെയാണ് എനിക്ക് താമസിക്കുവാനുള്ള ഹോസ്റ്റൽ സൗകര്യം കിട്ടിയത്. അപ്പം അവിടെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു കുറവും വന്നില്ല. എവിടെ ചെന്നാലും പ്രാർത്ഥന കൂട്ടായ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അന്തരീക്ഷം എവിടെ ചെന്നാലും ബിനുവിനെ ദൈവം കൂട്ടിക്കൊണ്ടുപോയി ഒരവസ്ഥയിലേക്ക്. അവിടെ ചെന്ന് ജോലിക്ക് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും നമ്മൾ ഒരുമിച്ച് വൈകുന്നേരം കൂട്ടുകാരുടെ കൂടെ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി. അവിടുന്ന് ജോലി കഴിഞ്ഞ് ഞാൻ തിരിച്ച് യുഎയിലെത്തി. യുഎയിലെത്തിയപ്പം എൻ്റെ ആൻറ്റിയുടെ കൂടെയാണ് വന്ന് താമസിച്ചത്. ആൻറ്റിയും അതുപോലെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു കാര്യം, ബിനു കല്യാണം കഴിഞ്ഞിട്ടാണ് ഇവിടെ യുഎയിലേക്ക് വന്നത്? ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് യുഎയിലേക്ക് എത്തിയത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണെങ്കിലും പ്രാർത്ഥന എനിക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ അതുകൂടാതെ പിന്നെ നമുക്കിവിടെ ഒരു കരിസ്മാറ്റിക് കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഞാൻ വന്ന ആ സാഹചര്യത്തിൽ നമുക്ക് കരിസ്മാറ്റിക് കൂട്ടായ്മയിൽ എല്ലാ ആഴ്ചയിലും ആൾക്കാരൊക്കെ വീക്കെൻഡിൽ
എന്താ പാർക്കിലും മോളിലും ഒക്കെ പോയി എൻജോയ് ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥന മുടക്കാതെ എൻ്റെ ജീവിത പങ്കാളിയാണെങ്കിലും പ്രാർത്ഥനയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഞങ്ങൾ പ്രാർത്ഥന മുടക്കാതെ എവിടെ പോയെന്ന് പറഞ്ഞാലും കറക്റ്റ് പ്രാർത്ഥനയുടെ സമയത്ത് എത്തി കുഞ്ഞുങ്ങളെ കൂട്ടി നമ്മൾ പ്രാർത്ഥനയ്ക്ക് വന്നു. അങ്ങനെ പ്രാർത്ഥനയിൽ ഒരു മുടക്കം കൂടാതെ തന്നെ വളരുവാൻ സാധിച്ചു. കുഞ്ഞുമോൻ ചേട്ടനെ ആണെങ്കിലും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം കുഞ്ഞുമോൻ ചേട്ടനാണെങ്കിലും നമ്മുടെ പള്ളിയിൽ നല്ലൊരു ആക്റ്റീവ് മെമ്പർ ആയിരുന്നു, അല്ലേ മിനിസ്റ്ററൊക്കെ ആയിട്ട്. കുഞ്ഞുമോൻ ചേട്ടൻ പോകുന്നിടം വരെ കുഞ്ഞുമോൻ ചേട്ടൻ ഇവിടെ പള്ളിയിലെല്ലാ ആവശ്യങ്ങൾക്കും കുഞ്ഞുമോൻ ചേട്ടൻ്റെ ഒരു കൈ എപ്പോഴും മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് സമാനമായ ഒരു ജീവിതാന്തരീക്ഷത്തോടൊക്കെ തന്നെയാണ് ഞാനും വളർന്നു വന്നത് ബിനു. പക്ഷെ ബിനു പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അങ്ങനെ കുടുംബത്തിൽ അങ്ങനെ ഒരു രാവിലെ എഴുന്നേറ്റുള്ള പ്രാർത്ഥനകളൊന്നുമില്ല. കുടുംബ പ്രാർത്ഥനയുണ്ട്, അത് വൈകിട്ട് ഞങ്ങൾക്ക് എല്ലാവരും കൂടെ കൂടി, ഞങ്ങൾ 8 മക്കൾ, ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഒരുമിച്ച് ചെയ്യും. അതൊക്കെ ഞങ്ങൾക്കൊരു നല്ലൊരു സന്തോഷമുള്ള ഒരു അനുഭവമായിരുന്നത്. പിന്നെ വളർന്നു വന്ന സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നും ഇത് ഞങ്ങൾ ഷിബിന് പറഞ്ഞ പോലെ ഞാനും ഇത് 1ാം ക്ലാസ് തൊട്ട് എന്താ പറയുക ഇവിടെ യുഎയിലേക്ക് കടന്നു വരുന്നിടം വരെ, ഒമാൻ യുഎയിലേക്ക് കടന്നു വരുന്നിടം വരെ ഞാനും അതുപോലെ ഈ പിന്നെ കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയാണ് പഠിച്ച് വളർന്നത്. അപ്പം നമുക്കറിയാമല്ലോ അവിടുത്തെ ആ ഒരു പ്രാർത്ഥന ജീവിതം എന്ന് പറയുമ്പോഴത്തേനും അതൊരു വേറെ ഒരു എന്താ പറയുക ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി നമ്മളിലേക്ക് നിറയ്ക്കാൻ തക്കതായിട്ടുള്ളൊരു ജീവിത സാഹചര്യമാണ് നമുക്ക് അവിടെ തരുന്നത്. കാര്യം അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു ആ സ്കൂളിൻ്റേതായ ഒരു ചിട്ട അല്ലെങ്കിൽ ആ കോളേജിൻ്റേതായ ഒരു ചിട്ട എന്നതിനേക്കാൾ ഉപരി അന്നൊന്നും ആ ഒരു ദൈവാനുഭവം ഒന്നും എൻ്റെ ഒന്നും ജീവിതത്തിൽ അത്രയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നാട് വിട്ട് കേരളം വിട്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിന് ബോംബെയിൽ വന്നു, ഒമാനിൽ വന്നു, യുഎഇയിൽ വന്നു. ഇവിടെയൊക്കെ വെച്ചാണെങ്കിലും ഒത്തിരിയേറെ സങ്കടങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. ജോലിയുടെ ബുദ്ധിമുട്ടുകൾ, ജോലി ലഭിക്കുവാനുള്ള ബുദ്ധിമുട്ട്, ജോലി സ്ഥിരതയിലെ ബുദ്ധിമുട്ടുകൾ, പിന്നെ വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിലും ഒന്ന് സെറ്റിലാകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഈ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു വന്നപ്പോഴത്തേക്കിന് നിരാശപ്പെട്ടു പോകുന്നതിനേക്കാട്ടിലുപരി ഇവിടെയും ബിനു പറഞ്ഞതുപോലെ ചെല്ലുന്നിടത്തെല്ലാം നമ്മളെ താങ്ങി നിർത്താനായിട്ട് നല്ല നല്ല കൂട്ടുകാരെ ദൈവം ഒരുക്കി തന്നു. ആ കൂട്ടുകാരിലൂടെ നല്ല നല്ലൊരു കൂട്ടായ്മയിൽ സജീവമായിട്ട് പങ്കുകൊള്ളുവാനായിട്ട് ഒരവസരം തന്നു. അപ്പോൾ എൻ്റെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൂട്ടായ്മയിൽ പോയി പറയും. അവരെനിക്ക് വേണ്ടി മുട്ടിപ്പായിട്ട് എന്നെക്കാളുപരി അവർ നന്നായിട്ട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കും. അങ്ങനെ ആ ഒരു പ്രാർത്ഥിച്ച് വന്നതിൻ്റേതായ ഒരു വലിയ ദൈവാനുഭവം, ഒരു പരിശുദ്ധാത്മ ശക്തി, ഞാൻ ഏത് കാര്യത്തിൽ ഇടപെട്ടാലും അവിടെയൊക്കെ ദൈവം എന്നെ നയിക്കുന്നതായിട്ടൊരു വലിയ അനുഭവത്തിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ വന്നപ്പോഴായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കിനൊന്നും നമുക്കറിയില്ല. ഇവിടെ വന്നിട്ടാണെങ്കിലും ഞാൻ പോലും അറിയാതെ എന്നെ ഒരു ചേച്ചി കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെയാണ് ഇവിടെ ഫുജറയിൽ വന്നപ്പോഴത്തേക്കിനാണ് പിന്നെ നമുക്ക് നഴ്സസ് മിനിസ്ട്രിയിൽ സജീവമായിട്ട് പങ്കുകൊള്ളുവാനായിട്ട്. അത് നഴ്സസ് മിനിസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഒന്ന് വീണ് പോകുന്നെന്ന് കാണുമ്പോൾ തന്നെ ആ നഴ്സസ് മിനിസ്ട്രിയിൽ ഒരു ശുശ്രൂഷ നമ്മളെ വീണ്ടും പൊക്കിയെടുക്കുന്നതായിട്ടൊരു അനുഭവത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ദൈവം ഒത്തിരി അനുവദിച്ചിട്ടുണ്ട്. ഒരിക്കലും നിരാശപ്പെട്ട് എന്തൊക്കെ സഹനങ്ങൾ വന്നാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ തളർന്നു പോയിട്ടില്ല. തമ്പുരാനെ കൂട്ടുപിടിച്ച് എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ അവിടെ നിന്നെല്ലാം എനിക്ക് സാധിച്ചു തരുമെന്നുള്ള ആ ഒരു വലിയ വിശ്വാസത്തിൻ്റെ ബലത്തിൽ ജീവിക്കാനായിട്ട് ഈ കൂട്ടായ്മയിൽ ഇങ്ങനെ ജീവിച്ചു പോകാനായിട്ട് എനിക്ക് ഒത്തിരിയേറെ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതെ, മേരിക്കുട്ടി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ താഴ്ന്നു പോകുന്ന അല്ല നമ്മൾ പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ളൊരു വിഷമം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കിനും എനിക്ക് കിട്ടുന്ന ഒരു വചനമായിരുന്നു, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി മക്കൾക്ക് ആവശ്യമുള്ള എല്ലാം തരും. ആ ഒരു വചനം ഞാൻ അറിയാതെ തന്നെ എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും കടന്നു വരും. അപ്പോൾ അത് അറിയാതെ തന്നെ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കും. അപ്പം നമ്മൾ ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് തരുമായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഫാമിലി ആയി കഴിഞ്ഞു, കുഞ്ഞുങ്ങൾ 3 പേരായി. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അവരൊക്കെ നന്നായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ. എൻ്റെ മോന് ഇച്ചിരി പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, എങ്കിലും ഒരമ്മയുടെ പ്രാർത്ഥന അതിന് ഫലം കാണും എന്നുള്ളതാണ്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ബിനുവിന് ഇതുപോലെ ഒത്തിരിയേറെ അപകടങ്ങളിൽ നിന്ന് ബിനുവിനെ ദൈവം രക്ഷിച്ചിട്ടുണ്ടല്ലേ. ഞാനിപ്പോഴും ഓർക്കുന്നു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ സമയവും അത് കഴിഞ്ഞിച്ച് ബിനു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞുള്ള സമയത്തൊക്കെ തമ്പുരാൻ്റെ ഒരു വലിയ കരുതൽ അനുഭവിച്ച ഒരു വലിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ മോൻ്റെ കാര്യത്തിലാണെന്ന് പറഞ്ഞാലും അപ്പം അത് നമുക്കൊന്ന് പങ്കുവയ്ക്കാം. നമുക്ക് അത് ഈ ഒരു അനുഭവം നമ്മൾക്കുണ്ടല്ലോ, മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമായി തീർന്നിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടായ്മയിലാണെങ്കിൽ പോലും ഞങ്ങൾ ഒത്തിരി ബിനുവിനെ ഇത് ചെയ്തിട്ടുണ്ട്. അവൻ്റെ റിസൾട്ടൊക്കെ വന്നപ്പോഴത്തേക്കിനാണ് ഞങ്ങൾ ഒത്തിരി ബിനുവിൻ്റെ ആ പ്രാർത്ഥനയുടെ ആ സ്ഥിരതയെപ്പറ്റി ഞങ്ങൾ ഒത്തിരി പരസ്പരം സംസാരിച്ചിട്ടുണ്ട്. മേരിക്കുട്ടി, എനിക്ക് 2014 ഹാർട്ടിന് ചെറിയൊരു പ്രശ്നമായിട്ട് ആൻജിയോപ്ലാസ്റ്റിക്ക് കഴിഞ്ഞിരുന്നു. ആ സമയത്താണ് മോന് 10ാം ക്ലാസ്സിലായിരുന്നത്. അപ്പോൾ അവന് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഒരമ്മയുടെ പ്രാർത്ഥനയുടെ ഫലം അവൻ്റെ റിസൾട്ട് വന്നപ്പോഴാണ് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ രോഗത്തിൻ്റെ വേദനയെക്കാളും എനിക്ക് മോൻ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായി മതിയെന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായാലും പ്രാർത്ഥനയുടെ ഫലം ദൈവം അതെനിക്ക് സാധിച്ചു തന്നു.
പിന്നെ അത് കഴിഞ്ഞാണെങ്കിൽ അവൻ +2 നന്നായിട്ട് പഠിച്ചു. ഡിഗ്രിക്കാണെങ്കിൽ നല്ല സ്കോറിൽ അവന് ജോലി മാർക്ക് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ അവന് UK നല്ലൊരു ജോലിയായിട്ട് അവൻ അവിടെ വർക്ക് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, അതുപോലെ അമ്മമാരുടെ പ്രാർത്ഥന, ഏതെങ്കിലും ഒരമ്മ മക്കൾ പഠിക്കുന്നില്ല എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും മുട്ടിപ്പായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരും. അതായത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്ന, കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കുക, ശ്രേയസ് സാധിക്കുക. അത് ആ വചനം പിന്നുവിന്റെ ജീവിതത്തിൽ ശരിക്കും ഒത്തിരി പ്രാവർത്തികമായിട്ടുണ്ട്. അവന് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും പക്ഷേ പള്ളിയിലെ എല്ലാ കാര്യത്തിനും, നമുക്കിവിടെ സിറോ മലബാർ കുർബാന, മലങ്കര കുർബാന, അതുപോലെ ലാറ്റിൻ കുർബാന, എല്ലാ കുർബാനയ്ക്കും അവൻ ഓൾട്ടർ ബോയ് ആയിട്ട് പള്ളിയിലെ എല്ലാ കാര്യത്തിനും, റീഡിങ്ങിനൊക്കെ ആണെങ്കിലും നന്നായിട്ട് അവൻ അതിനെല്ലാം പെർഫോം ചെയ്യുമായിരുന്നു. മേരിക്കുട്ടി, ഞാൻ മോന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് കിട്ടുന്ന ഒരു വചനമായിരുന്നു യെശയ്യാ 52:13. എൻ്റെ ദാസന് ശ്രേയസ് ഉണ്ടാകും, അവൻ അത്യുന്നതങ്ങളിൽ ഉയർത്തപ്പെടുകയും പൊരുത്തപ്പെടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വേറൊരു വചനമാണ് യെശയ്യാ 45:2. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിൽ ഒടിക്കുകയും ഇരുമ്പടമ്പുകൾ തകർക്കുകയും ചെയ്യും. അതെ ബിനു, നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മളുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഉത്കണ്ഠകളെല്ലാം ഏറ്റെടുക്കുന്ന ഒരു വലിയ ശക്തനായ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ ദൈവം കൂടെയുള്ളപ്പോൾ നമ്മളെ തളർന്നു പോകാൻ നമ്മുടെ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല. ഇതുപോലെ തന്നെ ബിനു, എൻ്റെ ജീവിതത്തിലും ഞാനൊരു ദൈവാനുഭവം അനുഭവിച്ചറിഞ്ഞൊരു വലിയ ജീവിത സാഹചര്യം എനിക്കൊരു 3 വർഷങ്ങൾക്ക് മുമ്പുണ്ടായി. അപ്പം ബിനുവിനറിയാം, എൻ്റെ ഹസ്ബൻഡ് അവിടെ അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ വീക്കെൻഡിലാണ് പുള്ളിക്കാരന് ഇവിടോട്ട് വരുന്നത് അല്ലേ. അപ്പം ഒരു ദിവസം ഇതുപോലെ ഞാൻ നോർമലായിട്ട് ഡ്രൈവ് ചെയ്യുന്ന വ്യക്തിയാണ്, അങ്ങനെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷേ അന്നൊരു ദിവസം ഇതുപോലെ ക്ലൈമറ്റ് അലേർട്ട് ഉണ്ടായിരുന്നു, നമുക്ക് ഭയങ്കര മഴയുള്ള ഇതാണ്, അതുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നവർ സൂക്ഷിച്ച് വേണം എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ അതിന് മുമ്പൊക്കെ ആണെങ്കിലും പുള്ളിക്കാരൻ ഒത്തിരി പ്രാവശ്യം മഴയത്തൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം എനിക്കങ്ങനെ വലിയൊരു അപകട ഭീതിയോ ഒന്നും എനിക്കുണ്ടായില്ല. ഞാനന്ന് ഡ്യൂട്ടിയുമാണ്. അപ്പം ഞാൻ പോരുന്നതിന് മുമ്പ് ഞാൻ വിളിച്ച് പറഞ്ഞു, അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ പുള്ളിക്കാരനെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ ഇവിടെ നല്ല ഇതുണ്ട്, ക്ലൈമറ്റ് ഭയങ്കര എക്സ്ട്രീമാണ്, അതുകൊണ്ട് അങ്ങനെ ഇച്ചിരി കൂടെ സൂക്ഷിച്ചൊക്കെ ഡ്രൈവ് ചെയ്ത് വരാവുള്ളൂ, ഭയങ്കര ഫുൾ സ്പീഡിലൊന്നും വരരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു. പക്ഷേ ആൾ സമ്മതിക്കുകയും ചെയ്തു, ഞാൻ പതുക്കെ വരുവുള്ളൂ എന്ന് സമ്മതിക്കുകയും ചെയ്തു. പിന്നെ നമ്മുടെ ജോലിയുടേതായ തിരക്കിലൊക്കെ അങ്ങ് മുഴുകി. പക്ഷേ ഒരു കുറച്ച് കഴിഞ്ഞപ്പം തൊട്ട് ഒരു അരമണിക്കൂർ ഞാൻ പുള്ളിക്കാരനെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞാണ് എനിക്കങ്ങൊരു ഭയങ്കര ഒരു ഭയം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉടലെടുക്കുക. എന്തോ സംഭവിക്കാൻ പോകുന്നു, എന്താണെന്നൊന്നും എനിക്കത് മനസ്സിലാകുന്നില്ല. ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരോട് ഞാനിങ്ങനെ ഷെയർ ചെയ്തു, എനിക്ക് പറ്റുന്നില്ല, എന്തോ ഒരു വേദന, ഒരു വിഷമം പോലെ തോന്നുന്നു, ഏതായാലും ഡെസ്നിനെ ഒന്ന് ചുമ്മാ ഒന്ന് വിളിച്ചേക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഡെസ്നിയെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആൾ ഫോൺ എടുക്കുന്നില്ല. എന്നപ്പോഴത്തേക്കിന് പുള്ളിക്കാരി അന്നേരം പറഞ്ഞു, ഡ്രൈവ് ചെയ്യുമല്ലേ, മഴയുമായിരിക്കുമല്ലോ, അന്നേരം പിന്നെ ഫോൺ എടുക്കാനായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിരിക്കും, അതുകൊണ്ടായിരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഓർത്താൽ ഓക്കെ, അത് തന്നെ ആയിരിക്കാമെന്ന് ഓർത്ത്. പിന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആരോ എന്നോട് പറയുന്ന പോലെ, നീ പ്രാർത്ഥിക്ക്, നന്നായി പ്രാർത്ഥിക്ക്, ഇങ്ങനെ പറയുന്നത് പോലെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു എനിക്കറിയില്ല അതെന്നാ പറഞ്ഞു തരുന്നത്, ഒരു ദൈവം എന്നോട് എന്തോ ആവശ്യപ്പെടുന്നത് പോലെ ഒരു അനുഭവം എനിക്ക് എൻ്റെ മനസ്സിൽ അന്നേരം തോന്നുകയാണ്. അപ്പോൾ എനിക്ക് ഞാൻ എന്നാ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചപ്പോഴത്തേനാണ് ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളൊരു പെട്ടെന്ന് ഒരു ഇത് വന്നപ്പോഴത്തേന് പെട്ടെന്ന് എനിക്ക് ഒരു മനസ്സിലിങ്ങനെ തോന്നുവാണ്, ഞാൻ നാട്ടിലെ ഒരു അച്ഛൻ്റെ കുർബാനാനുഭവ ധ്യാനത്തിൽ പങ്കുകൊണ്ടുകൊണ്ടിരിക്കുക. അപ്പം അന്നത്തെ പ്രാർത്ഥനകളൊന്നും ഞാൻ ചൊല്ലിയിട്ടില്ല. എന്നാൽ പിന്നെ ആ പ്രാർത്ഥനയിൽ പെട്ടെന്ന് അതിനകത്ത് അച്ഛൻ ആവശ്യപ്പെടുന്നത് സങ്കീർത്തനം 91 ചെല്ലാനും മിക്കാൽ മാലാഖയുടെ പ്രാർത്ഥനയൊക്കെ ചെല്ലാനുമായിട്ടാണ്. എന്നാൽ ആ പ്രാർത്ഥന നമുക്കിരുന്ന് ചെല്ലാം. സങ്കീർത്തനമല്ലേ, തമ്പുരാൻ്റെ സംരക്ഷണം കിട്ടിക്കോളും, എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും തമ്പുരാൻ്റെ സംരക്ഷണം നമുക്ക് അവിടെ വചനം ഏറ്റു പറയുമ്പോൾ നമുക്ക് ലഭിക്കുമെന്നുള്ളൊരു വലിയ വിശ്വാസം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ സങ്കീർത്തനം 91 മിക്കവാറും ചെല്ലുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അന്ന് ആ സങ്കീർത്തനം ഞാൻ ചെയ്തത് ഓരോ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഓരോ വരികളിലൂടെ ഞാൻ ചെല്ലുമ്പോഴത്തേനും അതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ള ആ ഒരു 100% വിശ്വസ്തയോടുകൂടി, 100% വിശ്വാസത്തോടു കൂടി ഞാൻ ആ സങ്കീർത്തനം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ, അത് കഴിഞ്ഞിട്ടാണ് ഇന്ന് വരെ, ഇതുപോലെ ഞാൻ ആ ഒരു വിശ്വാസത്തോടു കൂടി ഞാൻ ആ ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ടില്ല, ആ വചനം ഏറ്റു പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് എന്നെ ആ ഒരു ഭയം, കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ആ ഭയം അങ്ങ് വിട്ടുപോയി. പിന്നെ ഞാൻ ഡെസ്റ്റിനെ വിളിക്കുമ്പോൾ ഒന്നും ആൾ ഫോൺ എടുക്കുന്നില്ല. അന്നേരപ്പത്തിന് ഞാൻ എൻ്റെ മനസ്സിലെ തന്നെ ആശ്വസിപ്പിക്കുക, ഒരു കുഴപ്പമൊന്നുമില്ല, പുള്ളിക്കാരൻ ഇങ്ങനെ സമയത്ത് ഇങ്ങനെ എത്തിക്കോളും എന്ന് പറഞ്ഞ് ഞാനങ്ങ് കൂളായിട്ടങ്ങ് നിന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ എനിക്ക് തോന്നി ഒന്നുകൂടെ ഒന്ന് വിളിച്ചേക്കാമെന്ന് ഓർത്ത് ഒന്നുകൂടെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പുള്ളിക്കാരൻ ഇങ്ങോട്ട് പറയുന്നത്, ഉണ്ടായ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞത്. കേട്ടാൽ നമ്മൾ പോലും ഞെട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലൂടെ
പുള്ളിക്കാരൻ കടന്നുപോയി. കാരണം വന്ന വഴിക്ക് ഡിബ എടുക്കാറായപ്പോഴത്തേക്കിന് റോഡ് വെള്ളം കിടക്കുന്നൊന്നും അറിയത്തില്ല, ജസ്റ്റ് വെള്ളമുണ്ട്. പക്ഷെങ്കിൽ ആ വെള്ളം ഒരു കുഴിക്കകത്തായിരുന്നു. പുള്ളിക്കാരൻ്റെ വണ്ടി ആ കുഴിക്കകത്ത് ചെന്ന് ചാടി. 3-4 പ്രാവശ്യം വണ്ടി 3-4 പ്രാവശ്യം വണ്ടി ചുറ്റിക്കറങ്ങി ഫെൻസിങ്ങിൽ ചെന്നിടിച്ച് വണ്ടി എൻജിൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പുള്ളിക്കാരന് ബുദ്ധിമുട്ട്. എങ്ങനെയോ തമ്പുരാൻ്റെ ഒരു ശക്തി അവിടെ കുറേ ട്രൈ ചെയ്തതിന് ശേഷം, അന്നേരം എല്ലാം വണ്ടി ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക, കുറേ ട്രൈ ചെയ്തതിന് ശേഷം പെട്ടെന്ന് എങ്ങനെയോ എൻജിൻ ഓഫായി പുള്ളിക്കാരനെ പെട്ടെന്ന് പുറത്തു വന്നു. അന്നേരപ്പത്തിൽ പുറത്തോട്ട് തുടങ്ങിയ സമയത്ത് വണ്ടിയിൽ നിന്ന് പുകയൊക്കെ വരുന്നതായിട്ട് പുള്ളിക്കാരനൊന്ന് തോന്നിയതായിരിക്കും, അല്ലെങ്കിൽ എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെയൊക്കെ ഒരു അനുഭവത്തിലേക്ക് പുള്ളിക്കാരൻ പോവുകയാണ്. അപ്പോൾ എയർ ബാഗൊക്കെ ഓപ്പൺ ആയപ്പോഴത്തേക്കിന് എങ്ങനെയോ ആ ഒരു മാനസിക ഒരു മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പുള്ളിക്കാരന് സാധിച്ചു. പെട്ടെന്ന് എങ്ങനെയോ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി, എഞ്ചിൻ ഓഫ് ചെയ്ത് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി ചുറ്റിലും നോക്കിയപ്പോഴത്തേക്കിന് അതുവഴിയൊക്കെ വണ്ടികൾ പോകുന്നുണ്ടെന്നാൽ ഈ അപകടം കണ്ടിട്ടും ആരും ഒന്നും നിർത്തുന്നുമില്ല. എങ്ങനെയോ പുള്ളിക്കാരൻ ഒരു ധൈര്യം സംഭരിച്ചു ഈ ട്രാക്കിൽ കൂടെ തന്നെ പോയി ഒരു വ്യക്തിക്ക് കൈ കാണിച്ചു. ആ പുള്ളിക്കാരൻ പെട്ടെന്ന് തന്നെ വണ്ടി അവിടെ കൊണ്ട് നിർത്തി. എന്നാൽ ഡെസ്നിക്ക് ഇതെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പേടിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്, നടത്തിയ പോലീസിനെ വിളിക്കണോ അല്ലെങ്കിൽ എന്താ ആംബുലൻസ് ഒന്നും അറിയത്തില്ല. പിന്നെ ആ പുള്ളിക്കാരനെ ഡെസ്നിനെ ഒത്തിരി ആശ്വസിപ്പിച്ച് പുള്ളിക്കാരൻ തന്നെ പോലീസിനെ ആദ്യം വിളിച്ചു. പോലീസ് വന്ന് പുള്ളിക്കാരനെ നോക്കിയപ്പോഴത്തേക്കിനെ ചോദിച്ചു ആംബുലൻസ് വിളിക്കട്ടെ. ഏതായാലും അത്രയും ഒരു വലിയ ഇതുണ്ടായിട്ട് പോലും പുള്ളിക്കാരന് ഒരു പോറൽ പോലും ഏക്കാൻ ദൈവം അനുവദിച്ചില്ല. സങ്കീർത്തനങ്ങളിലൂടെ ദൈവം എത്രത്തോളം വിശ്വസ്തത എന്നോട് അന്നേരം കാണിച്ചു എന്നുള്ളത്, ആ സങ്കീർത്തന ആ വചനത്തിലൂടെ ദൈവം ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തോട് എത്തോളം വിശ്വസ്തത കാണിച്ചു എന്നുള്ളതാണ് എനിക്ക് ഒത്തിരി എത്ര ദൈവത്തെ മഹത്വപ്പെടുത്തിയാലും എനിക്ക് മതിയാവത്തില്ല. അതുപോലെ ഒരു വലിയൊരു അപകടമായിരുന്നു ഇതൊക്കെ. അന്ന് പിന്നെ തിരിച്ചിങ്ങനെ വന്നിട്ടാണല്ലോ ഞങ്ങൾ വണ്ടി കൊണ്ടുവന്ന് ഗ്യാരേജിൽ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കിന് ഗ്യാരേജുകാരൻ ഞങ്ങളോട് ചോദിക്കുക, ഈ വണ്ടി ഡ്രൈവ് ചെയ്ത ആൾ ജീവനോടെ ഉണ്ടല്ലോ അല്ലേ? അത് കേട്ടപ്പോഴാണ് എൻ്റെ ദൈവമേ, അത്രയും വലിയൊരു അപകടമായിരുന്നു. കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ അങ്ങോട്ടൊന്നും ഉൾക്കൊള്ളാനൊന്നും പറ്റുന്നില്ല. ഒരു അപകടം ഉണ്ടായി ഇങ്ങനെ ഒരു അപകടത്തിലൂടെയാണല്ലോ ദൈവം ഞങ്ങളെ കൊണ്ടുപോയതും ഞങ്ങളെ കാത്തു സംരക്ഷിച്ചതെന്നൊക്കെ ഓർത്ത് ഒരു വലിയ ദൈവപരിപാലനം അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. ഈ സംഭവം ഉണ്ടായത് ജനുവരിയിലാണ്. അങ്ങനെ ഞങ്ങൾ സെപ്റ്റംബറിൽ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു 3 ദിവസം കഴിഞ്ഞ് ഞാനൊരു പനിയൊക്കെ ആയിട്ടാണ് ചെന്നത്. അപ്പോൾ എൻ്റെ പനി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് മാറി. പക്ഷേ ഡെസ്നിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പം തൊട്ട് ഭയങ്കര പനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർ പറഞ്ഞു കുറച്ച് ദിവസത്തേന് ആൻറ്റിബയോട്ടിക് കൊടുത്ത് ആൻറ്റിബയോട്ടിക്കൊന്നും കഴിച്ചിട്ടൊന്നും ഒരു കുറവില്ല. പിന്നെ ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് അവർ റെഫറൽ മേടിച്ച് ഞങ്ങൾ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ആൾ ഭയങ്കര സിക്ക്. അവർ നേരെ ICUലോട്ട് അഡ്മിറ്റ് ചെയ്തത്. അവിടെ ചെന്നിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ ലോകത്തുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്ത് ഇതൊന്നും ഡെസ്നിയുടെ ഇതല്ല. അത് കഴിഞ്ഞ് ഒരു ആൻറ്റിബയോട്ടിക് കൊടുത്ത് വേറൊരു എന്നാ പറയേണ്ടത് ന്യൂമോണിയ ആണെന്ന് പറഞ്ഞു ന്യൂമോണിയയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ആൻറ്റിബയോട്ടിക് കൊടുത്ത് ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ പെട്ടെന്ന് പനി കുറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞായറാഴ്ച വന്ന് ഡോക്ടർ ഉണ്ടപ്പം തിങ്കളാഴ്ച ആട്ടെ നമുക്ക് ഡിസ്ചാർജ് ചെയ്തേക്കാം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ തിങ്കളാഴ്ച ദിവസം ഡോക്ടർ പറയും ഒരു ദിവസം കൂടെ കിടക്കാം, ഒരു കാര്യം ചെയ്യാം, ചുമ്മാ ഒരു അൾട്രാസൗണ്ടും കൂടെ ഏതായാലും നിങ്ങൾക്ക് ട്രാവൽ ചെയ്ത് പോകാനായിട്ടൊക്കെ ഉള്ളൂ, അപ്പോൾ ഒരു അൾട്രാസൗണ്ട് കൂടെ ചെയ്തിട്ട് പൊക്കോ ഇങ്ങനെ പറയുകയും അങ്ങനെ അൾട്രാസൗണ്ട് ചെയ്യാം. അന്നത്തെ രാത്രിയിൽ അൾട്രാസൗണ്ട് നെക്സ്റ്റ് ഡേയിൽ ചെയ്യുന്നു. അന്നത്തെ രാത്രിയിൽ ഭയങ്കര പനി, ഇതുവരെ ഉണ്ടാകുന്നതിനെക്കാട്ടിലും ഒട്ടും ടെമ്പറേച്ചർ കുറയുന്നില്ല. ഈ പാരസെറ്റമോൾ കൊടുക്കാനും കാരണം പുള്ളിക്കാരന് ലിവർ എൻസൈംസ് ഇത്തിരി ആയി, പാരസെറ്റമോൾ അവർക്ക് ലിമിറ്റ് വിട്ട് കൊടുക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേയിൽ അൾട്രാസൗണ്ട് ചെയ്തപ്പോഴത്തേക്കിനാണ് ഇങ്ങനെ ശരിക്കുള്ള ഒരു ഡയഗ്നോസിസ്, ശരിക്കുള്ള ഒരു രോഗത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ഡോക്ടർക്ക് മനസ്സിലായത്. ഡോക്ടർ ഡയഗ്നോസ് പറഞ്ഞപ്പോഴത്തേക്കിനാണ് കരളിനിങ്ങനെ പഴുപ്പ് കെട്ടിക്കിടക്കുന്ന അസുഖം. അത് ഭയങ്കര സിവിയറായിട്ടുള്ള ഒരു ഗുരുതര ഒരു അവസ്ഥയിലായിരുന്നു ഡെസ്നി അന്നേരം. പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നുപോയി. പിന്നെ ആൾ നല്ല ക്യൂറായി. 2 ആഴ്ചക്കുള്ളിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ തിരിച്ചു വന്ന നല്ലൊരു ദൈവാനുഭവം. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഏത് ജീവിത സാഹചര്യമാണെങ്കിലും ഏത് പ്രതികൂലമാണെങ്കിലും ദൈവം നമുക്ക് ഓരോ കാര്യങ്ങളും ദൈവം ആ തക്ക സമയത്ത് വെളിപ്പെടുത്തി തരും എന്നുള്ളതിന് നല്ലൊരു ഉദാഹരണമാണ് ഇപ്പം മേൽക്കുട്ടി പങ്കുവെച്ച കാര്യം. ഇതുപോലെ നമ്മുടെ കുടുംബത്തിലെ തന്നെയല്ല ബിനു, നമ്മുടെ ജോലി മേഖലയിലാണെങ്കിലും നമ്മളെ ദൈവം വഴി നടത്തി ഒത്തിരിയേറെ അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടല്ലേ ബിനു? അതേ മേൽക്കുട്ടി, ഞാൻ ഒരു സംഭവം ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് മാറാതെ നിൽക്കുന്നത്, ഞാൻ നമ്മുടെ കുഞ്ഞു പിള്ളേർ ജനിച്ച ഉടനെ അവരെ അഡ്മിറ്റ് ചെയ്യുന്ന NICUലാണ് ഞാൻ ആദ്യം ജോലി ചെയ്തുകൊണ്ടിരുന്നത്.
അവിടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് അതിന് യൂറിൻ പാസ് ചെയ്യുന്നില്ല. അപ്പം ഒരു 3-4 മണിക്കൂറായിട്ട് കൊച്ചി യൂറിൻ പാസ് ചെയ്തില്ല. അപ്പം ഡോക്ടേഴ്സിനൊക്കെ എന്താ ചെയ്യണം, ഇനി കാത്തിട്ടിടണോ, സുപ്രഭവിക്കിടണോ, അങ്ങനെ ഇങ്ങനെ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, നന്നായിട്ട് പ്രാർത്ഥിച്ച് കൊച്ചി യൂറിൻ പാസ് ചെയ്തു. അപ്പം യൂറിൻ പാസ് ചെയ്ത് അത് നല്ലൊരു അനുഭവമായിരുന്നു. ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച്, നല്ലൊരു അനുഭവം. അങ്ങനെ ഒരു വിജാതീയനായ ഡോക്ടറിലൂടെയും നമ്മളുടെ ദൈവത്തിന്റെ ആ ഒരു പ്രവൃത്തി മഹത്വപ്പെടുവാനായിട്ട് അവിടെ ഒരു കാരണമായി. അങ്ങനെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മളോടെയല്ല, ആ ദൈവം കൊടുക്കുന്ന ആ സൗഖ്യം നമുക്ക് കണ്ട് മനസ്സിലാക്കുവാനായിട്ട്. ഞാൻ ഇതുപോലെ മിക്കവാറും ഞങ്ങളുടെ തിയേറ്ററിൽ, ഞാൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ഇങ്ങനെ സിക്കായിട്ടുള്ള ഒരു പേഷ്യൻറ്റ് സർജറിക്ക് വരുമ്പോഴത്തേന് അവരുടെ ആ വേദനകളും ആ ബുദ്ധിമുട്ടുകളും കാണുമ്പോഴത്തേക്കിന് അവരുടെ കയ്യിൽ പിടിച്ച് ഞാൻ കുരിശ് വരയ്ക്കും, ഒന്നും പേടിക്കണ്ട കേട്ടോ, ഈ ഓപ്പറേഷനോടെ എല്ലാം ശരിയാകും, സൗഖ്യം ലഭിക്കും കേട്ടോ. അപ്പോൾ അവരുടെ ആ മുഖത്ത് തെളിയുന്ന ആ ഒരു സന്തോഷം, ആ ഒരു നമ്മളുടെ ചിലപ്പോൾ അവർ നമ്മളെ കൈ ഇങ്ങനെ മുറുക്ക പിടിക്കും. അതൊക്കെ അവർക്കൊരു ആശ്വാസം കിട്ടുന്നത്. ഇതൊക്കെ നമ്മൾ ആ നഴ്സസ് മിനിസ്ട്രി എന്ന ശുശ്രൂഷയിലൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നുള്ള കൂട്ടായ്മയിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ദൈവാനുഭവം പരിശുദ്ധാത്മ അഭിഷേകമാണ്. അതൊക്കെ നമുക്ക് അങ്ങനെ ഒരു പറയാനായിട്ട് ഒരു മനസ്സ് തോന്നണമെന്നുണ്ടെങ്കിലും ആ പരിശുദ്ധാത്മാവ് നമ്മളെ തോന്നിപ്പിച്ചാൽ മാത്രമേ നമുക്ക് അവരോട് അങ്ങനെയൊക്കെ പറയാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇഞ്ചക്ഷൻ റൂമിലാണ്. അവിടെയാണെങ്കിലും നമ്മൾ പേഷ്യൻറ്റിന് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പം നമ്മൾ ആദ്യം സ്പിരിറ്റ് തുടയ്ക്കുമ്പം ഒരു കുരിശ് വരയ്ക്കുന്ന ആ രീതിയിൽ നമ്മൾ അത് തുടച്ച് കഴിഞ്ഞ് ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പലരും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സിസ്റ്റർ എടുത്ത ഇഞ്ചക്ഷൻ എനിക്ക് വേദന വന്നിട്ടില്ലല്ലോ സിസ്റ്റർ എന്ന്. പല പ്രാവശ്യം അങ്ങനത്തെ അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഓർക്കും അതൊന്നും നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കൊന്നും അല്ല, അതൊക്കെ ദൈവം നമ്മളെ തോന്നിച്ച് നമ്മളങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നു പോകാനായിട്ട് ഉള്ള ഒരു കൃപ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മൾ ഇടപെടാതെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ടാണ്. ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലുണ്ട്. നമ്മൾ അറിയാതെയാണെങ്കിലും നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുവാനുള്ളൊരു തോന്നൽ മനസ്സിന് നമ്മളെ തോന്നിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. ബിനു, ഡെസ്നിയുടെ രോഗസൗഖ്യത്തെ പറ്റി പറയുമ്പോൾ എന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തിയ ഒരു വചനമുണ്ട്. അതായത് നിയമാവർത്തനം 33, 26, 27. യശ്രൂൻ, നിൻ്റെ ദൈവത്തെ പോലെ ആരുമില്ല, നിന്നെ സഹായിക്കാൻ അവിടുന്ന് മഹത്വപൂർണനായി വികായസിലൂടെ മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. നിത്യനായ ദൈവം നിന്റെ അഭയം താങ്ങാൻ ശാശ്വത ഹസ്തങ്ങൾ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിങ്ങനെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും ചെയ്യുക എന്നുള്ളത് നമുക്ക് പല പ്രാവശ്യം നമ്മുടെ ജീവിത അനുഭവം തന്നെയാണ്. മേരിക്കുട്ടി, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതുപോലെ പരിശുദ്ധ അമ്മ വഴി ദൈവം നമ്മളെ നടത്തിയ ഈ വലിയ കൃപയോർത്ത് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, നിന്റെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ അഗസ്റ്റിനോസ് പറയുന്നു, നന്നായി ജീവിക്കുകയെന്നത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സകല പരിശ്രമങ്ങളോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക എന്നതല്ലാതെ മറ്റൊന്നുമല്ല. ഈ വാക്കുകളെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. അങ്ങനെ സ്നേഹത്തോടും കരുണയോടും ക്ഷമയോടും കൂടെ കർത്താവിൻ്റെ ഈ ശുശ്രൂഷ മേഖലയിൽ അനേകർക്ക് പ്രത്യാശയും ധൈര്യവും നൽകി മുന്നേറാൻ ഇനിയും നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ പക്കൽ നമ്മെ സ്വയം വിട്ടുകൊടുത്തുകൊണ്ട് അവിടുന്ന് നമ്മൾ വിചാരിക്കുന്നതിലും മനോഹരമായി എല്ലാം പൂർത്തിയാക്കും എന്ന വിശ്വാസത്തോടെ കൂടുതൽ തീഷ്ണതയുള്ളവരായി നമുക്ക് മുന്നേറാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ
കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.